ഹായ്, എന്തുകൊണ്ട് വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബിസിനസ്സിനെ കുറിച്ചാണ്. ബിസിനസ്സിലെ വളരെ വലിയ ചില സത്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് പോയിൻറ്റ്സുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ റിയലൈസേഷൻ്റെ പുറത്താണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ മുൻപുള്ള വീഡിയോകളിലെ പോലെ തന്നെയാണ് ചില സത്യങ്ങളാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയ വിഷനുണ്ട് എങ്കിൽ, വലിയൊരു ആഗ്രഹമുണ്ട്, വലിയൊരു കമ്പനി കെട്ടിപ്പടുക്കണം, വലിയൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപയോഗപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് ചില ബിസിനസ്സുകാർ 10-15 വർഷമായിട്ടും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടും വലിയ മാറ്റങ്ങളോ വലിയ ഗ്രോത്തോ കാര്യങ്ങളോ കാണുന്നുണ്ടായിരിക്കില്ല. അവരുടെ ഒരു സ്ഥാപനം ചിലപ്പോൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് ഒരു 5-10-15 ബ്രാഞ്ചുകളിലേക്ക് പോകുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്തിട്ടും വലിയ ഒരു ടേൺ ഓവറിലേക്കോ വലിയ ഓപ്പർച്യൂണിറ്റികളിലേക്കോ നമ്മൾ എത്തുന്നുണ്ടായിരിക്കുന്നില്ല, വലിയൊരു ബ്രാൻഡോ നമ്മൾ എത്തുന്നില്ല. പക്ഷേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചിലപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള പല സ്വപ്നങ്ങളും ഉണ്ടായിരിക്കാം. അതായത് എനിക്കൊരു വലിയ ബ്രാൻഡായിട്ട് മാറണം, സ്വന്തമായിട്ടുള്ള ബ്രാൻഡുകൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. എന്തുകൊണ്ടാണത് നടക്കാത്തത്? എന്താണ് ഇതിൻ്റെ പ്രശ്നം? യഥാർത്ഥ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ആ വലിയ രീതിയിലുള്ള കളികൾ അറിയില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന കളികൾ എന്താണോ അതാണ് നമുക്ക് അറിയുന്നത്. നമ്മൾ കാണുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ കാണുന്നതാണ് നമ്മുടെ സത്യം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ ഒരു നാട്ടിൻപുറത്തുള്ളൊരു സ്ഥലത്താണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ടൗണിലാണ് ബിസിനസ് ചെയ്യുന്നത് എങ്കിൽ പോലും നിങ്ങൾ ഇടപഴകുന്നതും നിങ്ങൾ നിരീക്ഷിക്കുന്നതുമായിട്ടുള്ള ബിസിനസ്സുകൾ, നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ബിസിനസ്സുകളുടെ ഒരു വലുപ്പം എന്ന് പറയുന്നത് ബിലോ ആവറേജ് സൈസിലുള്ള അല്ലെങ്കിൽ മൈക്രോ ഓർ സ്മോൾ എന്ന കാറ്റഗറിയിൽ വരുന്ന ബിസിനസ്സുകളെയായിരിക്കും നിങ്ങൾ ഇടപഴകുന്നതും നിങ്ങൾ ഡീൽ ചെയ്യുന്നതും. നിങ്ങളുടെ ഒരു ബിസിനസ് ലോകം എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങൾ ഇടപഴകുന്ന, നിങ്ങൾ ഇടപാട് നടത്തുന്ന, നിങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് ലോകമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സപ്ലയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അതേ റേഞ്ചിലുള്ള ഒരു മൈക്രോ ഓർ സ്മോൾ കാറ്റഗറിയിൽ വരുന്നവരായിരിക്കും. നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും പൊതുവെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. നിങ്ങളുടെ സർവീസ് പ്രൊവൈഡേഴ്സ് അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സാമൂഹ്യ ജീവിതത്തിനെടുത്ത് നോക്കുന്ന പോലെ തന്നെ ഒരു ബിസിനസ് ലോകത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിനും ചില ലെയറുകളുണ്ട്, ഓരോ ലെവലുകളുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണെന്ന് വെച്ചാൽ മൈക്രോ എന്ന് പറയുന്ന കാറ്റഗറി, മറ്റൊന്ന് സ്മോൾ എന്ന് പറയുന്ന കാറ്റഗറി, മറ്റൊന്ന് മീഡിയം എന്ന് പറയുന്ന കാറ്റഗറി, മറ്റൊന്ന് ലാർജ് എന്ന് പറയുന്ന രീതിയിലുള്ള ലാർജ് സ്കെയിൽ ബിസിനസ്സുകൾ എന്ന് പറയുന്ന രൂപത്തിലേക്ക് പോകുന്നത്, അതല്ലെങ്കിൽ കോർപ്പറേറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നത്, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്ന നമ്മളുടെ ഒരു ബിസിനസ് ലോകം എന്ന് പറയുന്നത് വളരെ ചെറുതായതുകൊണ്ടാണ്. അപ്പോൾ അവിടെയുള്ള കളികളെ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നമുക്കറിയുന്നതിനനുസരിച്ച് നമുക്ക് കളിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അറിവാണ് ഇതിൻ്റെ പരിമിതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് നിങ്ങൾക്ക് ഒരു ബെറ്റർ അവയർനെസ്സിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോകാം. അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ഗെയിം ഓഫ് ബിസിനസ്. അപ്പോൾ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ബിസിനസ്സിൻ്റെ റിയൽ പ്ലേ എന്താണ്, റിയൽ ഗെയിം എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിലുള്ള കളി എന്താണ്? വലിയൊരു ലെവലിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇറ്റ്സ് എ പ്ലേ ഓഫ് പീപ്പിൾ. വ്യക്തികളെ വെച്ചിട്ട്, ഒരുപാട് ആൾക്കാരെ വെച്ചിട്ട് ഒരു പ്ലേ ഓഫ് ടീം വർക്കാണ് ഒരു വലിയ ബിസിനസ് എന്ന് പറയുന്നത്. നമ്മളിലധികം ആൾക്കാരും ബിസിനസ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പരമാവധി ചെലവ് ചുരുക്കി നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ശ്രമിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മളില്ലാതെ ആ ബിസിനസ് റൺ ചെയ്തു പോകുന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഒരു ടീം എന്ന് പറയുമ്പോൾ പോലും അത് ഒരു 10-30 ആൾക്കാർ നമ്മുടെ കൂടെ ജോലി ചെയ്യുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇപ്പോൾ നമ്മുടെ ബിസിനസ് അതായത് പ്രൊമോട്ടറായിട്ടുള്ള നമ്മൾ, ഫൗണ്ടറായിട്ടുള്ള നമ്മളിലൂടെയാണ് അത് ഡ്രൈവ് ചെയ്യുന്നത്. നമ്മളില്ലെങ്കിൽ അത് റൺ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിൽ നിന്ന് മാറി നമ്മുടെ ടീം ഡ്രൈവ് ചെയ്യുന്ന ഒരു ബിസിനസ്സായിട്ട് മാറണം. അപ്പോൾ റിയൽ ഗെയിം പ്ലേ എന്ന് പറയുന്നത് ടീം ഡ്രിവൺ ബിസിനസ്സായിട്ട് മാറുക എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ ജോലിക്കാരുണ്ടായിട്ട് കാര്യമില്ല. ആ ടീമാണോ അതിനെ കൊണ്ടുപോകുന്നത്, അതല്ല ഞാൻ തന്നെയാണോ കൊണ്ടുപോകുന്നത്? ഞാനില്ലാതെയും ആ ബിസിനസ് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ എത്തിക്കണം. അപ്പോൾ ടീം ഡ്രിവൺ ബിസിനസ് ആക്കിയിട്ട് അതിനെ മാറ്റിയെടുക്കണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാണ് അടുത്ത പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. ഒരു ടീം ലെവലിലേക്ക് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീമിൽ വരുന്ന ആൾക്കാർ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി ആയിരിക്കണം. അതായത് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോൾ ഒന്നുമില്ലാത്തതിൽ നിന്ന് നമ്മൾ ഒരു സ്ക്രാച്ചിൽ നിന്നൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയല്ല വേണ്ടത്. നല്ല ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ,
തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മൾ ബിഗിനിങ്ങിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്. അവർ നല്ല കഴിവുള്ളവരായിരിക്കണം, അവർ നല്ല പഠിക്കാൻ കഴിയുന്നവരായിരിക്കണം, അവർ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കണം, പുതിയ മാറ്റങ്ങളെ സ്വീകരിക്കുന്നവരായിരിക്കണം, വലിയ രീതിയിൽ സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്നവരായിരിക്കണം. അത്തരത്തിലുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് വേണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ബിസിനസ്സിൽ ഒരു വലിയൊരു ഷിഫ്റ്റ് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ, വലിയ രീതിയിലേക്കുള്ള ഒരു ഉയർച്ചയും വളർച്ചയും നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട റിയാലിറ്റി എന്ന് പറയുന്നത് നല്ല കഴിവുള്ള അറിവുള്ള ആൾക്കാർ മാർക്കറ്റിലുണ്ട്. പല കമ്പനികളിലും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കമ്പനികളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നല്ല ഓഫറുകൾ കൊടുത്തിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള മിനിമം 5 to 10 years എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലീഡിങ് കമ്പനിയായിട്ട് വലിയ ടോപ്പിലേക്ക് എത്തുന്ന ഒരു കമ്പനിയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ലീഡിങ് കമ്പനിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരണം. അതായത് മാർക്കറ്റിങ്ങിലേക്ക് നിങ്ങൾക്കൊരാളെ വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിലേക്ക് നല്ല കഴിവുള്ള, അതിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ നമ്മുടെ ടീമിലേക്ക് വരണം. അതേപോലെ തന്നെ സെയിൽസിന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വരണം. ഈ മാർക്കറ്റിങ്ങിലും സെയിൽസിലൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്ന് പറയുന്നത് കണക്ഷൻസ് അപാരമായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗിനിങ് കമ്പനിക്ക് പുതിയൊരു മാർക്കറ്റിൽ നമ്മൾ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി കണക്ഷൻസ് ഉള്ള ആൾക്കാർ, വലിയൊരു മാർക്കറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റേഞ്ചിൽ കണക്ഷനുള്ള ആളുമായിട്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരാൾ നമ്മുടെ ടീമിലേക്ക് വരാതെ നമ്മുടെ ടീമിൽ നിന്ന് ഒരാളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഹാർഡ് വർക്ക്. ബിസിനസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി കഴിവുള്ള, ഓൾറെഡി അറിവുള്ള, ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള, ഓൾറെഡി കണക്ഷൻസ് ഉള്ള, ഓൾറെഡി പണമുള്ള ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അത് മികച്ച രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത് വിശ്വസിക്കാൻ പറ്റുന്നവരായിരിക്കണം. ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ടീമുകൾ നമ്മളിലേക്ക് വരുമ്പോൾ അവരെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഒക്കെ നമുക്കും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നല്ല ടാലൻറ്റിനെ കണ്ടെത്തിയിട്ട് നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മികച്ച രീതിയിൽ റൺ ചെയ്തു പോകും. കാരണം അവർക്ക് ഗെയിം അറിയാം. നമ്മൾ അവരെ നമ്മുടെ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി, അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതിനുള്ള എക്സ്പീരിയൻസ് അവർക്കുണ്ട്. കാരണം നമ്മളുടെ അധിക ആഗ്രഹങ്ങളും മറ്റു പല മുൻപേ പോയിട്ടുള്ള പല കമ്പനികളും, അല്ലെങ്കിൽ ആരെയാണോ നമ്മൾ എടുക്കുന്നത് അവരെ ഏത് കമ്പനിയിൽ നിന്നാണോ എടുക്കുന്നത് ആ കമ്പനികൾ ഓൾറെഡി ചെയ്തിട്ടുള്ള പല ആഗ്രഹങ്ങളും തന്നെയായിരിക്കും നമ്മുടെ പലതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വളരെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരോട് പറഞ്ഞാൽ മതി, അവർക്ക് എങ്ങനെ ചെയ്യണം എന്നറിയാം. അവർ മിസ്റ്റേക്സുകൾ സംഭവിക്കില്ല. അവരോട് വീണ്ടും വീണ്ടും അതിൻ്റെ പിന്നാലെ പോയിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരത്തിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ക്വാളിറ്റിയുള്ള ആൾക്കാരെ അതിന് നമ്മൾ നല്ല പേയ്മെൻറ്റ് തന്നെ കൊടുത്തിട്ട് നല്ല സൗകര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ അവരെ ടീമിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അടുത്ത പോയിന്റിലേക്ക് പോകാം. മൂന്നാമത്തെ പോയിന്റ് വരുന്നത് പ്രൊട്ടക്റ്റ് യുവർ ടൈം എന്നുള്ളതാണ്. ഒരു സംരംഭത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സംരംഭത്തിൻ്റെ ഏറ്റവും മികച്ച അസറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഫൗണ്ടറാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടറാണ്, ആ സംരംഭകനാണ്. കാരണം ആ സംരംഭകൻ്റെ അറിവാണ്, കഴിവാണ്, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് ഈ ബിസിനസ് ഉണ്ടായത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അറിവിനും കഴിവിനും അധ്വാനത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ്, അദ്ദേഹത്തിൻ്റെ അനാലിസിസാണ്, അദ്ദേഹത്തിൻ്റെ പഠനങ്ങളാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടൈമാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് അദ്ദേഹമാണ്, രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ സമയമാണ്. ആ സമയം എങ്ങനെ വിനിയോഗിക്കുന്നു, അതൊരിക്കലും മിസ്യൂസ് ചെയ്യപ്പെടാൻ പാടില്ല, അതൊരിക്കലും അബ്യൂസ് ചെയ്യപ്പെടാൻ പാടില്ല, അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്? നല്ല ഒരു ടീം നമുക്കുണ്ടാകുന്നത് അതിൻ്റെ ഭാഗമാണ്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കലണ്ടർ ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സംരംഭകൻ്റെ സമയം എങ്ങനെ ചെലവഴിക്കപ്പെടണം, ഏത് രീതിയിലുള്ള കാര്യങ്ങളിലായിരിക്കണം ചെലവഴിക്കപ്പെടേണ്ടത് എന്നതെല്ലാം അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സമയം വേസ്റ്റ് ആകുന്ന രീതിയിലുള്ള മീറ്റിങ്സുകൾ നടക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ സമയം എല്ലാവരും വന്നിട്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സമയം ഉപയോഗപ്പെടുത്തുന്ന, അല്ലെങ്കിൽ എംപ്ലോയീസ് ഓരോ തീരുമാനങ്ങൾ എടുക്കാനും സില്ലി ആയിട്ടുള്ള ഓരോ ഡൗട്ടുകൾ ചോദിക്കാനും, കസ്റ്റമേഴ്സിൻ്റെ എല്ലാ കോളുകളും ഇദ്ദേഹം അറ്റൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ, ശരിക്കും ചോദിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇദ്ദേഹത്തിൻ്റെ അറിവും അനുഭവ സമ്പത്തും കഴിവും വെച്ചിട്ട് ഇദ്ദേഹം ചെയ്യേണ്ട ജോലിയാണോ ഈ ജോലി? അതല്ല. ഇദ്ദേഹത്തിൻ്റെ ഇത്രയും കഴിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത
അത് ആവശ്യമില്ലാത്ത ഒരാൾ ചെയ്യുന്ന ചില ജോലികളൊക്കെ ചിലപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നുണ്ടാകും. അത് ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തി അത് കംപ്ലീറ്റ്ലി ഡെലിഗേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിന് പറ്റുന്ന ആൾക്കാർ, നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല നമ്മളുടെ കഴിവ് ആവശ്യമില്ലാത്ത ജോലികൾ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അതിനെ പറ്റിയ ആൾക്കാരെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട പേയ്മെൻറ്റ് കൊടുത്തിട്ട് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നമ്മളെപ്പോഴും നമ്മുടെ കഴിവിനനുസരിച്ചും നമ്മളുടെ ബുദ്ധിക്കനുസരിച്ചുമുള്ള തീരുമാനങ്ങളും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകളിലും നമ്മൾ ഏർപ്പെടണം. അപ്പോൾ മാത്രം നമ്മളുടെ ടൈമിനനുസരിച്ചാണ്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുക, അതിനനുസരിച്ചാണ് പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ആവുക, അതിനനുസരിച്ചാണ് കമ്പനി ഗ്രോ ചെയ്യുക. അപ്പം നമ്മൾ തിങ്ക് ചെയ്യുന്നത് ഒരു ഗ്രോത്തിനെ കുറിച്ചല്ല, നമ്മൾ തിങ്ക് ചെയ്യുന്നത് പ്രോഫിറ്റിനെ കുറിച്ചല്ല, നമ്മൾ തിങ്ക് ചെയ്യുന്നത് റവന്യൂയെ കുറിച്ചല്ല, നമ്മൾ തിങ്ക് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ബിസിനസ്സിൻ്റെ എഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിൽ, അതിനു വേണ്ടിയിട്ടല്ല നമ്മുടെ സമയം ചിലവഴിക്കുന്നത് എങ്കിൽ ഒരു സംശയവുമില്ല നമ്മുടെ ബിസിനസ് വളരില്ല, നമ്മുടെ ബിസിനസ്സിന് സർവീസ് ഇഫക്റ്റീവ് ആവില്ല, മികച്ചതാവില്ല. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിന് തടസ്സമാകും, നമ്മുടെ ബിസിനസ്സിൽ റവന്യൂ വരുന്നതിന് തടസ്സമാകും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും നമ്മൾ എവിടെയാണ് നമ്മുടെ ടൈം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇത് ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കും അതേപോലെ ഉയർച്ചയ്ക്കും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഘടകമാണ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. 4ാമത്തെ പോയിന്റ് വരുന്നത് മേക്ക് യുവർ ഓർഗനൈസേഷൻ എ പ്രോസസ് ഡ്രിവൺ ഓർഗനൈസേഷൻ. അതായത് നമ്മളുടെ കമ്പനി നമ്മളെപ്പോഴും ഒരു പ്രോസസ്സിലൂടെ ഡ്രൈവ് ചെയ്യുന്ന കമ്പനിയാക്കി മാറണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടീം ഡ്രിവൺ ആക്കണം എന്ന് പറഞ്ഞു. ആദ്യത്തെ പോയിന്റ് എന്നതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടീം ഡ്രിവൺ ആയിട്ട് അത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ബിസിനസ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഓപ്പറേഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീക്കിലെ ഓപ്പറേഷൻസോ മന്ത്ലി ഓപ്പറേഷൻസോ എടുക്കുകയാണെങ്കിൽ പല ആക്ടിവിറ്റീസുകളിലൂടെയാണ് ആ ബിസിനസ് റൺ ചെയ്തു പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് വരുന്നു, ഒരു എൻക്വയറി വരുന്നു, സെയിൽസ് ആക്ടിവിറ്റിയുടെ ഭാഗമാണത്. അപ്പോൾ ഒരു സെയിൽസ് ആക്ടിവിറ്റി അതൊരു ആക്ടിവിറ്റിയാണ്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ഒരു ആക്ടിവിറ്റിയാണ്, ബ്രാൻഡിങ് ആക്ടിവിറ്റി ഒരു ആക്ടിവിറ്റിയാണ്, അതേപോലെ തന്നെ സർവീസ് ഒരു ആക്ടിവിറ്റിയാണ്, HR റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നടക്കുന്ന പല കാര്യങ്ങൾ ആക്ടിവിറ്റീസും സബ് ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ആക്ടിവിറ്റികൾ ഓരോന്നിനും വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രോസസ്സ് നിശ്ചയിക്കപ്പെടണം. അത് എങ്ങനെയാണ് ചെയ്തു പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് SOP എന്ന് പറയും. ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമുക്ക് ഉണ്ടാവണം. ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഓരോ തവണയും ടീമിനോട് ഇങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, ഈ പ്രോസസ്സുകൾ അല്ലെങ്കിൽ SOPs അപ്ഡേറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു SOP ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അത് SOP എന്ന് പറയുന്നത് കുറേ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ പോളിസികളുണ്ടാവും. അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് പോളിസീസ് ആണ്. ആ പോളിസീസ് എന്ത് ചെയ്യുക, നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. രണ്ടാമത് പറയുന്നത് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്ന് പറയും. അതെങ്ങനെയാണ്, ആദ്യം എന്ത് ചെയ്യണം, പിന്നീട് എന്ത് ചെയ്യണം, ഓരോ സ്റ്റെപ്സുകളും ഡിഫൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം വരുന്നത് വെച്ചാൽ പ്രൊസീജിയേഴ്സാണ്. അതായത് ഓരോ സ്റ്റെപ്സുകളും വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യണം, അതിൽ ശ്രദ്ധിക്കേണ്ട മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള വളരെ വ്യക്തമായിട്ട് ഒരു എഴുതപ്പെട്ടിട്ടുള്ള ഒരു രേഖാരൂപത്തിൽ അത് ടീമിന് കൈമാറുകയും വേണം. അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ഓരോ ആക്ടിവിറ്റീസുകളുടെയും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊടുക്കണം. ഇത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെയാണ് നമ്മൾ മറ്റൊരു രീതിയിൽ പറയുന്നത് വെച്ചാൽ KRA എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, കീ റിസൾട്ട് ഏരിയ എന്ന് പറയും. ഇവർ ഏത് ഏരിയകളിലാണ് വളരെ ഉറപ്പായിട്ടും ഇവർ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഏരിയകളിലൊക്കെയാണ് ഇവർ ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ള സംഭവങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് KRA എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള രീതിയിൽ നമ്മൾ ഒരു പ്രോസസ്സ് ഡ്രിവൺ ആക്കിയിട്ട് ഈ സ്ഥാപനത്തെ നമ്മൾ കൊണ്ടുപോകാൻ ചിന്തിക്കണം. ഇതൊക്കെയാണ് വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ഗ്രോത്തിലേക്ക് എത്താൻ സാധിക്കാത്തതിൻ്റെ കാരണം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രോസസ് ഡ്രിവൺ അല്ലെങ്കിൽ ഒരു ടീം ഡ്രിവൺ, അതല്ലെങ്കിൽ എന്താ പറയുക, ഇത്തരത്തിലുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ വേണ്ട സിസ്റ്റംസും പ്രോസസ്സും കൊണ്ടുവന്ന് നിങ്ങൾക്ക് അത് ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതിനൊരു കൺസൾട്ടിങ്ങോ ഉപദേശമോ ഗൈഡൻസോ കോച്ചിങ്ങോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരാം. ആ പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ 1-to-1 സിറ്റിംഗ് ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള പ്രോസസ്സ് ബിൽഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ വളരെ സ്ട്രാറ്റജിക്കലി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന വളരെ ഷോർട്ട് ടേം
ഒരു കോച്ചിങ് പ്രോഗ്രാം തന്നെ നമ്മുടെ ഇതിലുണ്ട്. ഏകദേശം ഒരു 3 monthsനുള്ളിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാവുന്ന തരത്തിലുള്ള ഒരു കോച്ചിങ് ആൻഡ് കൺസൾട്ടിങ് പ്രോഗ്രാം തന്നെ നമുക്കുണ്ട്. അപ്പോൾ ചില കേസിൽ അത് 3 to 6 months എടുക്കും. പക്ഷേ നോർമലി ഒരു 3 months കൊണ്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോസസ്സ് സംഭവങ്ങൾ നമ്മുടെ സർവീസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, 1-to-1 സിറ്റിംഗ് എന്നുള്ള രൂപത്തിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എനിവേ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് വരുന്നത് ഒരു ഡിസ്റ്റിങ് ഫോർട്ടെ കൾച്ചർ നമ്മൾ ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്ഥാപനത്തിൽ ഓരോ ആക്ടിവിറ്റീസിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ അതിന് പറ്റിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആൾക്കാർ തന്നെയാണോ? നമുക്ക് വേണ്ടത്, ഒരു വലിയ കമ്പനി നമ്മൾ ഗ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓരോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അവർ മികച്ച രീതിയിൽ ആ മേഖലയിൽ കഴിവുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ആ മേഖലയിൽ പാഷനുള്ള ആൾക്കാരായിരിക്കണം. ഡിസ്റ്റിങ് ഫോർട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് 4 തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. 1 ബാഡ് ആക്ടിവിറ്റീസ്, 2 ഏബിൾ ആക്ടിവിറ്റീസ്, മറ്റൊന്ന് സുപ്പീരിയർ ആക്ടിവിറ്റീസ്, മറ്റൊന്ന് ഡിസ്റ്റിങ് ഫോർട്ടെ ആക്ടിവിറ്റീസ്. അതായത് നമ്മളൊരു ബാഡ് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് ഇഷ്ടമുണ്ടാവില്ല, ചെയ്യുമ്പോഴും നമുക്ക് സ്ട്രെസ്സ് കയറി വരും, നമുക്കത് താല്പര്യമില്ല, നമ്മളത് എൻജോയ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരാളെയും ഒരു ബാഡ് ആക്ടിവിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളും നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാൾക്ക് ഇഷ്ടമില്ലാതെ ആ മേഖല അയാൾ വർക്ക് ചെയ്യരുത്. അപ്പോൾ അത് പ്രൊഡക്ടിവിറ്റി വല്ലാണ്ട് ബാധിക്കും. നിങ്ങളുടെ സ്റ്റാഫുകളുടെ പല ആൾക്കാരുടെയും പ്രൊഡക്ടിവിറ്റി ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ താഴെ പോകുന്നുണ്ടാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇവർ ബാഡ് ആക്ടിവിറ്റിയിലാണോ ഉള്ളത് എങ്കിൽ എങ്ങനെ അദ്ദേഹത്തിന് പറ്റിയ ഒരു ആക്ടിവിറ്റി അതെന്നുള്ളത് തിരിച്ച് അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അടുത്തതെന്ന് പറയുന്നത് ഏബിൾ ആക്ടിവിറ്റി. അതായത് എനിക്ക് കഴിവുണ്ട്, പക്ഷേ എന്നെക്കാട്ടിലും ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വേറെ ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ നമ്മൾ ആ ഒരു ഏബിൾ ആക്ടിവിറ്റീസിലും നമ്മൾ ആൾക്കാരെ നിലനിർത്തരുത്, അതേപോലെ നമ്മളും നിലനിൽക്കരുത്. ആസ് എ സ്ഥാപനത്തിൻ്റെ ഉടമ എന്നുള്ള നിലയ്ക്ക് നമ്മളും അങ്ങനെ ആവരുത്, നമ്മുടെ ടീം മെമ്പേഴ്സും അങ്ങനെ ആവരുത്. അടുത്ത് പറഞ്ഞത് സുപ്പീരിയർ ആക്ടിവിറ്റിയാണ്. സുപ്പീരിയർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ അറിയാം, ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്ത് ടീമിൻ്റെ കൂടെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മികച്ച രീതിയിലുള്ള റെപ്യൂട്ടേഷൻ ഉണ്ട്, നന്നായിട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ഓപ്ഷൻ തരികയാണ് എങ്കിൽ ഇതെനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഇതിലേറെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു മേഖല എനിക്ക് വേറെ ഉണ്ട്, അത് മാത്രം ചെയ്യാനാണ് എനിക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ സുപ്പീരിയർ ആക്ടിവിറ്റി നമ്മൾ ചെയ്യരുത്. ഈ സുപ്പീരിയർ ആക്ടിവിറ്റിയിലും ആൾക്കാർ വർക്ക് ചെയ്യരുത്. മറിച്ച് എല്ലാവരും വർക്ക് ചെയ്യേണ്ടത്, ടീമിലുള്ള എല്ലാവരും വർക്ക് ചെയ്യേണ്ടത് ആക്ച്വലി ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റിങ് ഫോർട്ടെ ആക്ടിവിറ്റികളാണ്. ഡിസ്റ്റിങ് ഫോർട്ടെ ആക്ടിവിറ്റിയുടെ പ്രത്യേകത എന്താണ്, നമ്മൾ ചെയ്യും തോറും നമുക്ക് ആവേശം കൂടി വരും, ചെയ്യും തോറും താല്പര്യം കൂടി വരും, നമുക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്യുന്നത് അതാണ്. അപ്പോൾ ആ മേഖലയിൽ എന്ത് ചെയ്യുക, അത് ഏതാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിൽ വർക്ക് ചെയ്യുക. അത് സ്ഥാപനത്തിൻ്റെ ഉടമയാണെങ്കിലും ശരി, സ്ഥാപനത്തിൻ്റെ മറ്റുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ശരി, നന്നായിട്ട് ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ, പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ആൾക്കാരെ മാത്രം, അതിന് താല്പര്യമുള്ളവരെ മാത്രം എന്ത് ചെയ്യുക, അതിലേക്ക് ഇറക്കുക. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ലേണിങ്ങിന് താല്പര്യമുള്ളവരെ മാത്രം അതിലേക്ക് ഇറക്കുക. ഡിസൈനിങ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള പാഷനുള്ളവരെ മാത്രം അതിലേക്ക് ഇറക്കുക. നമുക്ക് വേണ്ട കറക്റ്റ് ഇഷ്ടപ്പെടുന്ന മേഖലയിൽ അവരതിൽ വർക്ക് ചെയ്യുമ്പം അവരുടെ ക്രിയേറ്റിവിറ്റി ലെവലും അവരുടെ പ്രോഡക്റ്റിവിറ്റി ലെവലും അവരുടെ ആ ഒരു വർക്കിനോടുള്ള ഒരു എത്തിക്സും വർക്ക് എത്തിക്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അവർ എൻജോയ് ചെയ്തിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സലൻറ്റ് റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഗ്രഹിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത് എല്ലാവരും ഈ ഡിസ്റ്റിങ് ഫോർട്ടേക്ക് വേണ്ടിയിട്ട് നിർബന്ധിക്കരുത്, അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് പിടിവാശി പിടിക്കുക എന്നുള്ളതല്ല. പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, സുപ്പീരിയർ ആക്ടിവിറ്റീസിലേക്ക് എന്ത് ചെയ്യണം, പരമാവധി ശ്രമിക്കണം. ബട്ട് എന്താ പറയുക, ഒരു ലോങ് ടേം ഒരു പ്രോസസ്സിലൂടെ, ഒരു പ്രക്രിയയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പരമാവധി ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസ്റ്റിങ് ഫോർട്ടെ വർക്കിംഗ് കൾച്ചറിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ടീം എനർജി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള രീതിയിലായിരിക്കും. എല്ലാവരും അവനവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ മികച്ച നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന, പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്കാരായിട്ട് മാറാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോകാം. അടുത്ത പോയിന്റ് വരുന്നത് ഡിറ്റാച്ച് യുവർ സെൽഫ് ഫ്രം യുവർ കണക്ഷൻസ്. അതായത് നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, നിങ്ങൾക്ക് പല കാര്യങ്ങളോടും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും, വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ്. അത് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന അറ്റാച്ച്മെൻറ്റുകളായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന രീതിയായിരിക്കാം, ചില പ്രോഡക്റ്റുകളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, ചില സപ്ലയേഴ്സ് ആയിരിക്കാം, ചില എംപ്ലോയീസ് ആയിരിക്കാം, ചില ടീം മെമ്പേഴ്സ് ആയിരിക്കാം, ചില കോർ ടീം മെമ്പേഴ്സ് ആയിരിക്കാം, ചില പാർട്ട്നേഴ്സ് ആയിരിക്കാം, ചില ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം. നിങ്ങൾ വളരാതിരിക്കാൻ, നിങ്ങളുടെ കമ്പനി വളരാതിരിക്കാൻ കാരണമാകുന്ന ഇതുപോലെയുള്ള ചില ഏതെങ്കിലും ഘടകങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ അതിനോട് വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അത് വിട്ടുകളയുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വിജയം തന്നത്, നിങ്ങൾക്കൊരു തുടക്കം തന്നത്,
നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബ്രേക്ക് കിട്ടിയത്, നിങ്ങളുടെ ബിസിനസ് ജേണിയിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായത് ചിലപ്പോൾ ഈ പറഞ്ഞൊരു ഫാക്ടർ കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെങ്ങനെ മുറുകെ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ഞാൻ ഈ നാട്ടിൽ നിന്നതുകൊണ്ടാണ് എനിക്ക് വിജയമുണ്ടായത്. ഇവരൊക്കെ എൻ്റെ കൂടെ തുടക്കത്തിൽ ഉണ്ടായവരാണ്. പക്ഷേ ഈ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാർ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു ഗ്രോത്തിനെ അവർ സഹകരിക്കുന്നില്ല എങ്കിൽ, അതിന് വളരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ റിസ്ക് എടുക്കുന്ന രീതിയിലേക്ക് ചിന്തിക്കാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ വിട്ട് കളയണം, അവിടെ തീരുമാനമെടുക്കണം. ഒരിക്കലും നമ്മുടെ പാസ്റ്റ് നമ്മുടെ ഫ്യൂച്ചറിന് തടസ്സം നിൽക്കരുത്. ഫ്യൂച്ചറിലേക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അതൊരിക്കലും ഒരു ബാഗേജ് ആയിട്ട് ഉണ്ടാവരുത്. ചില അന്ധവിശ്വാസങ്ങളായിരിക്കാം. ചില ആൾക്കാർ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ തട്ടകം, ഈ നാടാണ് എൻ്റെ സ്ഥലം, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് എനിക്ക് വിജയം, എനിക്ക് ഇവിടെയാണ് വളരേണ്ടത്. അത്തരത്തിലുള്ള ലിമിറ്റിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിടക്കുന്ന വേറെ സ്ഥലത്താണ്. നിങ്ങൾ ഡയമണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ പോകേണ്ടത് വേറെ സ്ഥലത്തേക്കായിരിക്കും. അവിടെ പോയിട്ടായിരിക്കും കിളക്കേണ്ടി വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിധി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ തന്നെ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെയുള്ള അവസരം കിട്ടില്ലല്ലോ. നിങ്ങൾക്കറിയാം എവിടെ പോയാൽ രക്ഷപ്പെടും എന്നുള്ളത്, എന്ത് ചെയ്താൽ രക്ഷപ്പെടും നിങ്ങൾക്കറിയാം, എങ്ങനെയാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് പലതും അറിയാം. പക്ഷേ നിങ്ങളെ തടസ്സം നിൽക്കുന്നത് ചില എലമെൻറ്റുകളുണ്ടാവും. നിങ്ങളുടെ ഇപ്പോഴത്തെ നിലനിൽപ്പിന് കാരണമാകുന്ന ചില കസ്റ്റമേഴ്സ്. ഈ കസ്റ്റമേഴ്സിന് വിട്ടുപിടിക്കേണ്ടി വരും. ചില പ്രോഡക്റ്റുകൾ വിട്ടുപിടിക്കേണ്ടി വരും. ചില പ്രോഡക്റ്റുകൾ ഒഴിവാക്കിയിട്ട് പുതിയ പ്രോഡക്റ്റുകൾ കൊണ്ടുവരേണ്ടി വരും, പുതിയ സർവീസുകൾ കൊണ്ടുവരേണ്ടി വരും. എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത്, ഏത് കണക്ഷനാണ് കട്ട് ചെയ്യേണ്ടത്? ചില എംപ്ലോയീസ് ടീമിൽ നിന്ന് പോകേണ്ടി വരും. ആരാണ്, ഏത് ടീമാണ് പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഒരു ഭാരമായിട്ട് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഒരു ഓവർ എക്സ്പെൻസ് തരുന്നത് തിരിച്ചറിയുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ വിട്ടുകളയാൻ തയ്യാറാവുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു കോച്ചിങ് ആൻഡ് കൺസൾട്ടിങ് സർവീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനും കൂടുതൽ പഠിച്ച് ഇതെങ്ങനെ വളരെ എഫിഷ്യൻ്റായിട്ട് നിങ്ങളുടെ ടീമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. നമ്മുടെ കോച്ചിങ് ആൻഡ് കൺസൾട്ടിങ് സർവീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. നമുക്കത് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ലെറ്റ്സ് ഡിസ്കസ് ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ആൻഡ് ബിൽഡ് യുവർ ബിസിനസ് ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പിൻവാങ്ങുകയാണ്. ദിസ് ഈസ് മീ ഷാഫി മുഹമ്മദ്. See you later. I will come back with another video. That's it. See you later.